ഈ വീഡിയോയിൽ നോക്കുക എനിക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനും ഇടയിലായിട്ട് മറ്റൊരു ടെക്സ്റ്റോ ഇമേജോ ഒന്നുമില്ല. ഇവിടെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് എൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ മലയാളം എന്ന് എഴുതിയിട്ട് ഒരു ടെക്സ്റ്റ് എനിക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനും ഇടയിലായിട്ട് ആനിമേറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും രണ്ട് ഒബ്ജക്റ്റുകൾക്ക് ഇടയിലായിട്ട് മറ്റൊരു ഒബ്ജക്റ്റ് എങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അതിന് ആനിമേഷൻ എങ്ങനെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ വീഡിയോയിൽ ഇവിടെ ഞാനിരിക്കുന്നു, എൻ്റെ പുറകിലായിട്ട് കാണുന്ന ബാക്ക്ഗ്രൗണ്ട്, ഇതിന് രണ്ടിനും ഇടയിലായിട്ട് നോക്കിക്കാൻ ഇപ്പോൾ ഫിൽമോറ എന്ന് എഴുതിയിട്ട് ഒരു ടെക്സ്റ്റ് ആനിമേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെ ചെയ്യാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഫിൽമോറയിലാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ ഫിൽമോറ അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫിൽമോറ യൂസ് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടുന്ന വളരെയധികം ഫീച്ചേഴ്സ് ഫിൽമോറയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ എനിക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് ഇടയിലായിട്ട് ഈ ഫിൽമോറയിലിരിക്കുന്ന ടെക്സ്റ്റ് എങ്ങനെ പ്ലേസ് ചെയ്ത് ആനിമേറ്റ് ചെയ്തു എന്നുള്ളത് നോക്കാനായിട്ട് നമ്മൾ ആദ്യം ഫിൽമോറയിലേക്ക് പോകുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഫയലിനെ ആദ്യം ഫിൽമോറയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഫിൽമോറ എന്ന് ടൈപ്പ് ചെയ്ത് അത് എനിക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനും ഇടയിലായിട്ട് ആനിമേറ്റ് ചെയ്ത് കാണിക്കാമെന്നാണ്. പക്ഷേ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളത് കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് അതിനെ ഒന്ന് ഡിസൈൻ ചെയ്ത് ഒരു ഇമേജ് ഫയലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇമേജ് ഫയൽ ഞങ്ങളുടെ നമ്മൾ ഫിൽമോറയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ വീഡിയോ ഫയലിനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ വീഡിയോ ട്രാക്കിൽ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളയുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫയലിനനുസരിച്ച് നോക്കിയും കണ്ടും വേണം കട്ട് ചെയ്ത് കളയാൻ. ഞാൻ ഈ ഫയൽ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലാണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലായതുകൊണ്ട് ഞാൻ ഈ കംപ്ലീറ്റ് വീഡിയോ ഫയലും യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു പർട്ടിക്കുലർ സെക്ഷനിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇനി ഈ വീഡിയോ ഫയലിൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. എനിക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് ഇടയിലായിട്ട് മറ്റൊരു ഇമേജോ ടെക്സ്റ്റോ ഒന്നുമില്ല. ഇതിവിടെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് എൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഷൂട്ട് ചെയ്ത ഒറിജിനൽ വീഡിയോ ആണ്. അതിനുശേഷം നമ്മൾ ഈ ഫയലിനെ കോപ്പി ചെയ്ത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ കോപ്പി ചെയ്ത ഫയലിനെ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് വീഡിയോ ട്രാക്കിന് ഇടയിലായിട്ട് ഒരു വീഡിയോ ട്രാക്ക് ഗ്യാപ്പ് ഇട്ടിരിക്കണം. കാരണം ഈ വീഡിയോ ട്രാക്കിലാണ് നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനും ഇടയിലായിട്ട് ആനിമേറ്റ് ചെയ്യാൻ പോകുന്ന ഇമേജ് ഫയൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫയൽ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ മുകളിലുള്ള വീഡിയോ ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു. വീഡിയോയ്ക്കുള്ളിൽ മറ്റൊരു മെനു കൊടുത്തിട്ടുണ്ട്, അതാണ് ബേസിക്, മാസ്ക്, AI ടൂൾസ്, അതുപോലെ ആനിമേഷൻ. ഇതിൽ നമ്മൾ AI ടൂൾസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ AI ടൂൾസിനുള്ളിലാണ് ക്രോമാക്കി, AI പോർട്രേറ്റ്, അതുപോലെ സ്മാർട്ട് കട്ടൗട്ട് പോലുള്ള ഫീച്ചേഴ്സ് നമ്മുടെ ഫിൽമോറയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ നമ്മൾ സ്മാർട്ട് കട്ടൗട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ടു സ്റ്റാർട്ട് സ്മാർട്ട് കട്ടൗട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആദ്യം ഈ സീക്ക് ബാറിനെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അതിനുശേഷം ഇവിടെ ഈ അഡ്വാൻസ് മോഡിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഇവിടെ നിന്ന് ഈ ബ്രഷ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ബ്രഷ് സൈസ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ബ്രഷ് സൈസ് 30 ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ബ്രഷ് സൈസ് 30 തന്നെ വെക്കുന്നു. പക്ഷേ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ട ഇമേജിനനുസരിച്ച് ബ്രഷ് സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബ്രഷ് സൈസ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വീഡിയോയിൽ നിന്നും നമുക്ക് വേണ്ടുന്ന ഇമേജിനെ സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇവിടെ എൻ്റെ ഇമേജ് സെലക്ട് ചെയ്യുന്നു. അതേപോലെ ഈ ചെയറിനെയും കൂട്ടത്തിൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഈ വീഡിയോയിൽ ഏത് ഇമേജാണോ സെലക്ട് ചെയ്യുന്നത് ആ ഇമേജ് മാത്രം ഈ വീഡിയോയിൽ നിൽക്കുകയും നമ്മൾ സെലക്ട് ചെയ്ത മറ്റു പാർട്ടുകളെല്ലാം ഈ വീഡിയോയിൽ നിന്ന് റിമൂവ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഈ ബട്ടൺ ട്രാക്ക് 1 സെക്ഷൻ ഫോർവേഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഈ വീഡിയോ ഫയലിൻ്റെ ഈ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് പ്ലേ ആയി. അതിൽ നമ്മൾ സെലക്ട് ചെയ്തിരുന്ന ഒബ്ജക്ട്സിനെ മാത്രം ഇതിൽ വെച്ചിട്ട് അതിൻ്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഇതിൽ നിന്ന് റിമൂവ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഈ ഫയലിനെ ഇവിടെ തന്നെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുന്നു. ഇവിടെ ഈ ബ്ലൂ കളറിൽ കാണുന്ന ഭാഗങ്ങൾ, അതായത് എൻ്റെ ഇമേജും ഈ ചെയറിൻ്റെ ഇമേജും, ഇത് രണ്ടും ഈ വീഡിയോ ഫയലിലുണ്ട്. ഇതിൻ്റെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ആ ബാക്ക്ഗ്രൗണ്ട് ഇതിൽ നിന്നും റിമൂവ് ആയി പോയി കഴിഞ്ഞു. ഇനി നമ്മളിവിടെ സേവിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ മുകളിലുള്ള വീഡിയോ ഫയലിൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഒബ്ജക്ട്സ് മാത്രമേ ആ വീഡിയോയിൽ കാണാൻ പറ്റത്തുള്ളൂ. മറ്റു ഭാഗങ്ങളെല്ലാം ആ വീഡിയോയിൽ ബ്ലാങ്ക് ആണ്. പക്ഷേ ഇവിടെ താഴെയുള്ള വീഡിയോ ഫയൽ അത് ഒറിജിനൽ വീഡിയോ ഫയലാണ്. നമ്മൾ അതിൽ ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല. അതെങ്ങനെയാണോ ഉണ്ടായിരുന്നത് അത് അതേപോലെ തന്നെ ഉണ്ട്. ഇതിൽ ഒരു വീഡിയോ ഫയലിനെ നമ്മൾ മ്യൂട്ട് ചെയ്യുന്നു. കാരണം രണ്ടിനും ഒരേ വോയിസ് തന്നെയാണുള്ളത്. രണ്ടും കൂടെ ചേർന്ന് വോളിയം കൂടി പോകും. അതുകൊണ്ട് നമ്മൾ ഒരെണ്ണത്തെ മ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് വീഡിയോ ഫയലിന് ഇടയ്ക്കായിട്ട് നമ്മളൊരു ടെക്സ്റ്റ് ഫയലോ ഒരു ഇമേജ് ഫയലോ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനും ഇടയിലായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ആ മലയാളം എന്ന് എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് ഫയലിനെ ഇതിൻ്റെ ഇടയിലായിട്ട് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഫയലിനെ ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് ഈ രണ്ട് വീഡിയോ ഫയലിനും ഇടയ്ക്കായിട്ട് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ വീഡിയോ ഫയലിനൊപ്പം ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഇനി ഈ ഇമേജ് ഫയലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആനിമേഷൻ കൊടുക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഈ ഇമേജ് ഫയലിൽ 3-4 പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ട്
ഡിഫറെൻറ്റ് അനിമേഷൻസ് കൊടുത്ത് ഇതിനെ ഒരു പർട്ടിക്കുലർ മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണിക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഇമേജ് ഫയലിനെ ഇതേപോലെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിന് ശേഷം ഈ ഓരോ പാർട്ടിനും ഇതേപോലെ ഞാൻ ആനിമേഷൻ കൊടുക്കുന്നു. ഓരോ പാർട്ടിനും ആനിമേഷൻ കൊടുത്തതിന് ശേഷം നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോ ഫയലിനെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് ഓടുന്നതെന്നുള്ളത്. ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കി നോക്കാം. നിങ്ങൾ നേരത്തെ കാണുമ്പോൾ എനിക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനും ഇടയിലായി മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ മലയാളം എന്ന് എഴുതിയിട്ട് ഒരു ടെക്സ്റ്റ് എനിക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനും ഇടയിലായിട്ട് ആനിമേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയിലുള്ള ഏതെങ്കിലും രണ്ട് ഒബ്ജക്റ്റുകൾക്ക് ഇടയിലായി മറ്റൊരു ഒബ്ജക്റ്റ് പുറത്തു നിന്നും ഇതേപോലെ പ്ലേസ് ചെയ്ത് അതിന് ആനിമേഷൻ കൊടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ ബ്ലർ ചെയ്യാനും പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാനായിട്ട് നിങ്ങൾ ഈ ഐ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.